നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് മഹതി എന്നാക്കിയിരിക്കുന്നു. മഹതി എന്ന് പറഞ്ഞാൽ 14 ലോകത്തും സഞ്ചരിക്കുന്ന സാക്ഷാൽ നാരദ മഹർഷിയുടെ ബ്രഹ്മർഷിയായ നാരദരുടെ വീണയുടെ പേരാണ് മഹതി. ഈ മഹതിക്കുള്ള പ്രത്യേകത, ഇത് സദാസമയവും ഓം നമോ നാരായണ എന്നിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. അതാണ് മഹതിയുടെ പ്രത്യേകത. ഈ മഹതി എന്ന ചാനലിലൂടെ ഇന്ന് എൻ്റെ കൊച്ചുമകൾ ചൈത്രലക്ഷ്മി ഒരു കവിത അവതരിപ്പിക്കുന്നു. BSc 4ാം വർഷ വിദ്യാർത്ഥി. എൻ്റെ കൈത്തണ്ടിലീരാഖിച്ചരടു നീ ബന്ധിച്ചു തെല്ലിടമിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്നശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. എൻ്റെ കൈത്തണ്ടിലീരാഖിച്ചരടു നീ ബന്ധിച്ചു തെല്ലിടമിണ്ടാതെ നിന്നുവോ, പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ, നിന്നശ്രുബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ. ആരു നീ എന്നു ഞാൻ ചോദിച്ചതില്ല, നിൻ പേരു പോലും പറഞ്ഞുമില്ലെങ്കിലും വല്ലായ്മയാർന്ന നിന്നിൽ പുമാമൗനവും തുള്ളികളായിങ്ങടർന്ന നിൻ ദുഃഖവും എൻ്റെ കൈത്തണ്ടിൽ നീ വന്നു ബന്ധിച്ച ചിഞ്ചുവപ്പോലു നീ രാഖിയും എന്നോടു ചൊല്ലാതെ ചൊല്ലും നിൻ പെങ്ങളാണിവൾ. എൻ്റെ കൂടപ്പിറപ്പോ നീ, ഒരേ രക്തം, എന്നിൽ നിൻ ദുഃഖങ്ങൾ മാനാപമാനങ്ങൾ എൻ്റേതുമാണെന്ന നേരിൻ ചുടർവട്ടം എൻ്റെ ബോധത്തിലേക്കെറ്റിത്തെറിപ്പിച്ച് മിണ്ടാതെ പയ്യെ പടികളിറന്ന നിൻ മൗനമെൻ മനസന്ധികൾ തോറുമേ തട്ടിത്തകരും സ്ഫടികപാത്രം പോലെ പൊട്ടിച്ചിതറും നിൻ പെങ്ങളാണിവൾ. ദുഃഖവും രോഷവും നഷ്ടബോധങ്ങളും ദിക്കറ്റുഴറുന്ന നിസ്സഹായത്വവും ഒക്കെ ഓരോരോ തിരയായി വന്നെൻ്റെ ഹൃത്തിലലയ്ക്കുന്ന നിൻ പെങ്ങളാണിവൾ. പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുറ്റിയിലെ പാമ്പു തീ തുപ്പി നേർക്കവേ കത്തിയെരിഞ്ഞു വെറുമൊരു വാർത്തയായി കെട്ടടങ്ങുന്നവൾ. മറ്റൊരു വീട്ടിനകത്തളത്തിൽ ജന്മമൽപാൽപമായി നീറ്റുമേതോ ചിതയിൽ ഒരായുസ് കൊണ്ടേ സതിയനുഷ്ഠിക്കുവോൾ. തന്മക്കൾ തങ്ങളിൽ കൊന്നു കളിപ്പതിൽ തന്മനം നീറിപ്പുകഞ്ഞുകത്തുന്നവൾ. ചന്ദനം പോലരൻ നകിൽ പോൽ പുകഞ്ഞെന്നു മന്യർക്കായി സുഖഗന്ധമാകുവോൾ. വന്യമാം നീതി, വരേണ്യമാം നീതി, രാജന്യമാം രീതിയും അമ്പെയ്തു വീഴ്ത്തുവോൾ. രക്ഷിക്കുവാൻ കടപ്പെട്ടവരിൽ നിന്ന് ഇക്ഷിതി ഗർഭത്തിൽ രക്ഷ നേടുന്നവൾ. നീ അമ്മ, നീ പത്നി, നീ പുത്രി, നീ ഭൂമി, നീ ശക്തി, നീ എൻ്റെ രക്തമെൻ പെങ്ങൾ നീ. നീ അമ്മ, നീ പത്നി, നീ പുത്രി, നീ ഭൂമി, നീ ശക്തി, നീ എൻ്റെ രക്തമെൻ പെങ്ങൾ നീ.